പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 17 ചൊവ്വ. റോമാലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നോമ്പുകാലം ആത്മപരിശോധനയുടെ കാലമാണ്. ഈ വിശുദ്ധകാലം നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നമ്മുടെ മനസ്സിൽ ദൈവത്തിന് സ്ഥാനമുണ്ട്? ഇന്ന് പല കുടുംബങ്ങളും പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ കുടുംബങ്ങളെ തകർക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടോ സാഹചര്യങ്ങളോ അല്ല. പലപ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തെ മറക്കുന്ന മനസ്സുകളാണ്. ഒരു സത്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്: ദൈവം മനസ്സിലില്ലെങ്കിൽ സമാധാനം ഭവനത്തിൽ ഉണ്ടാകില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു ആത്മീയ നിയമം നമ്മോട് പറയുന്നു. മനുഷ്യൻ ദൈവത്തെ തൻ്റെ ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ദൈവം അവനെ അവൻ്റെ സ്വന്തം മനസ്സിൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ മനസ്സ് തെറ്റായ വഴിയിലേക്ക് പോകുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശക്തി കുറയുന്നു. സ്വാർത്ഥതയും അഹങ്കാരവും വളരുന്നു. സ്നേഹം കുറഞ്ഞു പോകുന്നു. അതിൻ്റെ ഫലം കുടുംബത്തിൽ തർക്കങ്ങളും ദൂരങ്ങളും വളരുന്നു എന്നതാണ്. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, ദൈവം വിട്ട വീട്ടിൽ പ്രശ്നങ്ങൾ പ്രവേശിക്കും. ദൈവം നിറഞ്ഞ വീട്ടിൽ സമാധാനം വസിക്കും. സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലിൽ ദിശ കാണിക്കുന്ന ഒരു ചെറിയ കോമ്പസ് ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഒരിക്കൽ പറഞ്ഞു, ഈ ചെറിയ കോമ്പസ് എന്തിന്? നമ്മുടെ കയ്യിൽ വലിയ മാപ്പുണ്ട്. അങ്ങനെ അവൻ കോമ്പസ് മാറ്റിവെച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ കപ്പൽ വഴിതെറ്റി. മാപ്പുണ്ടായിരുന്നുവെങ്കിലും ശരിയായ ദിശ കാണിക്കുവാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു, കപ്പലിൻ്റെ രക്ഷ വലിയ മാപ്പിലല്ല, ആ ചെറിയ കോമ്പസിലായിരുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കുക, അതുപോലെയാണ് നമ്മുടെ ജീവിതവും കുടുംബവും. വലിയ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകാം, പക്ഷെ ദൈവം ഇല്ല എങ്കിൽ കുടുംബം ദിശ തെറ്റും. അതുകൊണ്ട് നാം ഓർക്കേണ്ടതായ സത്യം, കുടുംബത്തിൻ്റെ കോമ്പസ് ദൈവമാണ്. ഈ നോമ്പുകാലം നമ്മോട് ഒരു ആഹ്വാനം ദൈവം നൽകുന്നു. ദൈവവചനം കേൾക്കാനും വായിക്കാനും നമ്മുടെ കുടുംബം ഒരുമിച്ച് സമയം കണ്ടെത്തുന്നുണ്ടോ എന്നത് ചോദിക്കുന്നു. നമ്മുടേതായ തീരുമാനങ്ങളിൽ ദൈവത്തിന് പ്രഥമമായ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? കാരണം ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ശക്തി സമ്പത്തിലും സൗകര്യങ്ങളിലുമല്ല, ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവം നമ്മുടെ വീടിൻ്റെ കേന്ദ്രത്തിലിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ പോലും അനുഗ്രഹമായി മാറും. നാം ഇന്ന് ധ്യാനിക്കുന്ന വേദഭാഗം ഒരു മുന്നറിയിപ്പും അതേസമയം ഒരു അവസരവും നമുക്ക് നൽകുകയാണ്. ദൈവത്തെ മറക്കുന്ന മനസ്സ് മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന അവസരം ഇതാണ്: ദൈവത്തെ വീണ്ടും നമ്മുടെ മനസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനമുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നിറയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നാം ഇന്ന് തന്നെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു സത്യം ഇതാണ്: ദൈവത്തെ മറക്കുന്ന കുടുംബം തകരും. ദൈവത്തെ ഓർക്കുന്ന കുടുംബം നിലനിൽക്കും. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഈ വിശുദ്ധ നോമ്പുകാലത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പരിശോധിക്കണമേ. ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വീണ്ടും നിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളായി മാറുവാൻ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും നിന്റെ ഇഷ്ടപ്രകാരം ആകണമേ. ഈ നോമ്പുകാലം ഞങ്ങളുടെ ആത്മീയ പുതുക്കലിൻ്റെ സമയമായി തീരുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.